സാധാരണയായിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത് ഓഡിയോ വീഡിയോ സെഗ്മെൻറ്റിലുള്ള ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ ഡിവൈസുകളൊക്കെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്നുമെല്ലാം മാറി നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഗാഡ്ജറ്റുകളും അതുപോലെ തന്നെ മറ്റു ചില സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് പരിചയപ്പെട്ടാലോ. എല്ലാത്തരം വാഹനമുടമകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഇത് കണ്ടോ, ഇതിൽ 3 നിറം കാണാം. നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പ്രഷർ എളുപ്പത്തിൽ മോണിറ്റർ ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. അതായത് ഇത് നമ്മൾ ടയറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഗ്രീൻ കാണിക്കുകയാണെങ്കിൽ ടയർ പ്രഷർ ഓക്കെയാണ്. ഇനി യെല്ലോ ആണ് കാണിക്കുന്നതെങ്കിൽ ടയർ പ്രഷർ കുറവാണ്, ഏറ്റവും കുറവാണെങ്കിൽ റെഡ് എന്ന് കാണിക്കും. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയത് അത്ര ആക്യുറേറ്റ് അല്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഗേജാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു ടൂളാണിത്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം, കണ്ടോ, ഇതുപോലെ തെളിയും. താഴെയായിട്ടൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ ടയറിലേക്ക് പ്രസ് ചെയ്ത് വെക്കാൻ ഈ ഒരു ഭാഗമുണ്ട് നോസിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു സ്വിച്ച് അമർത്തുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കുറേ ഡിജിറ്റുകൾ വന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഇതുപോലെ ടയറിലേക്ക് അമർത്തി അങ്ങോട്ട് പിടിക്കുക. കേട്ടോ, 31.6 PSI. ആ PSI എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ആ സ്വിച്ച് വീണ്ടും വീണ്ടും അമർത്താനനുസരിച്ചിട്ട് കണ്ടോ PSI എന്നുള്ളത് മാറിയിട്ട് മറ്റു 3 മെഷർമെൻറ്റുകൾ കൂടി ലഭിക്കും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രിയും മോണിറ്റർ ചെയ്യാം എളുപ്പത്തിൽ. മഴക്കാലത്ത് വാഹനങ്ങളുടെ ഗ്ലാസ്സിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നത് വാഹനം ഓടിക്കുന്നവർക്ക് ഒരു തടസ്സമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു പരിധിവരെ സഹായകരമായ ഒന്നാണ് പ്രശസ്ത കമ്പനിയായിട്ടുള്ള ടർട്ടിൽ വാക്സിൻ്റെ ക്ലിയർ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും എന്താണ് ഇതിൻ്റെ ഗുണമെന്നും കണ്ടുനോക്കാം. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഗ്ലാസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. മറു സൈഡിൽ ഇത് അപ്ലൈ ചെയ്യുന്നില്ല. അതിനുശേഷം ഉണങ്ങാനായിട്ട് ഒന്ന് ക്ഷമ വേണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഈ സൈഡിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്, അപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി അപ്പുറത്ത് ഒഴിച്ച് നോക്കാം. കണ്ടോ വ്യത്യാസം? അപ്പുറത്ത് വെള്ളം പയ്യെ വീണുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ആ ഒരു ഫ്ലോയിൽ പോയി. കേട്ടോ, വെള്ളം ഇങ്ങനെ പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടോ? ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കാം. അതിനുശേഷം 1-2 പ്രൊഡക്റ്റ് കൂടി പരിചയപ്പെടാം. എൻ്റെ ഈ ഒരു വാഹനം 11 വർഷം പഴക്കമുണ്ട്. ഇനിയിപ്പോൾ ഒരു പുതിയത് എടുക്കണോ അല്ലെങ്കിൽ ഒരു നല്ല യൂസ്ഡ് കാർ എടുത്താൽ മതിയോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പേടി എന്താണ്? അതൊന്ന് പറയാമോ? മിക്കവരും പറയും കാറ് പുറത്തു നിന്ന് നോക്കിയപ്പോൾ നല്ലതാണെന്ന് തോന്നി, പക്ഷേ പിന്നീട് പ്രശ്നങ്ങൾ വന്നാൽ എന്തു ചെയ്യും? പണം കൊടുത്ത് കാർ വാങ്ങിയ ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സത്യത്തിൽ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും വലിയ പേടി ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേടി മാറ്റാനായിട്ട് കാർസ് 24 കൊണ്ടുവന്ന 2 അടിപൊളി ഫീച്ചറുകളെ കുറിച്ചൊന്ന് അറിഞ്ഞു വെച്ചോ, പിന്നീട് ആവശ്യം വരും. അതിൽ ആദ്യത്തെ ഫീച്ചറാണ് 30 ഡേ റിട്ടേൺ പോളിസി. അതായത് നിങ്ങൾ കാർസ് 24 നിന്നും ഒരു യൂസ്ഡ് കാർ വാങ്ങി കുറച്ച് ദിവസം ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയാണ് ഇതൊരു ശരിയായ ചോയ്സ് അല്ല എന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കാർ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. സാധാരണ കാർ ഷോറൂമുകളിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് മാത്രം നടത്തിയാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. എന്നാൽ നമ്മൾ ദിവസങ്ങളോളം ആ ഒരു വാഹനം ഓടിച്ച ശേഷമാണ് നമുക്ക് ശരിയായിട്ടുള്ള അനുഭവം കിട്ടുന്നത്. ആ ഒരു ഫ്രീഡമാണ് ഇവിടെ കാർസ് 24 നിങ്ങൾക്ക് തരുന്നത്. ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന റിപ്പയേഴ്സ്, അത് എൻജിൻ, ട്രാൻസ്മിഷൻ, ഡ്രൈവ് ട്രെയിൻ പോലെയുള്ള എക്സ്പെൻസീവ് കമ്പോണൻസിലാണ് വരുന്നത്. കാർസ് 24ൻ്റെ ലൈഫ് ടൈം വാറണ്ടി ഈ പ്രധാന ഭാഗങ്ങളെയാണ് കവർ ചെയ്യുന്നത്. അതും നിങ്ങൾ കാർ സ്വന്തമാക്കി വെക്കുന്ന അത്രയും കാലം. ഇത് കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ മുഴുവൻ വെഹിക്കിൾ വാറണ്ടി അല്ല. പക്ഷേ യൂസ്ഡ് കാർ ബയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന പവർ ട്രെയിൻ കമ്പോണൻസിനാണ് ഈ ഒരു കവറേജ് ലഭിക്കുന്നത്. അപ്പോൾ യൂസ്ഡ് കാർ വാങ്ങുന്നതല്ലേ ഏറ്റവും വലിയ ആ 2 പേടികളായിട്ടുള്ള ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ റിപ്പയർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ പേടികൾ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാർസ് 24ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. അപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള യൂസ്ഡ് കാർ അത് നല്ല വിലയിൽ ഉത്തരവാദിത്തോടുകൂടി വിൽക്കാനും കാർസ് 24നെ ആശ്രയിക്കാം. അപ്പോൾ എന്തായാലും കാർസ് 24ൻ്റെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഇൻവെർട്ടറാണ്, അതായത് കാറിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ. കാറിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഔട്ട്പുട്ട് കാണാം. ഈ 2 ഔട്ട്പുട്ടിൽ AC ആണ് വരുന്നത്. നമുക്ക് AC ഡിവൈസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന്. അപ്പോൾ ഇതിൽ 200 വാട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് 4 USB പോർട്ടുകൾ ഇതിൽ കാണാം. ഇതിലെ 2 USB പോർട്ടിൽ നമുക്ക് 20 വാട്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട്. പിന്നെ ഇത് കൂടാതെ 2 നോർമൽ USB പോർട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് വാഹനത്തിൽ ഏതെങ്കിലും AC ഡിവൈസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ ഇൻവെർട്ടർ വാങ്ങാവുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് അത്യാവശ്യം വരുന്ന ഒന്നായിരിക്കും ഇത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജൊക്കെ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാനും
ചില പഴയ ബാറ്ററികൾ റീചാർജ് ചെയ്തെടുക്കാനും അത് ഒട്ടും ചാർജ് ആവാത്തതൊക്കെ ചാർജ് ചെയ്തെടുക്കാനും ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കാം. ഇതിൽ 7 ലെവൽ ചാർജിങ് ആണുള്ളത്. ഇവിടെ നമുക്ക് കൺട്രോൾ സ്വിച്ചുകൾ കാണാം. ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലിപ്പുകളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ പഴയ ബാറ്ററിയൊക്കെ ഉള്ള നമ്മുടെ പഴയ വാഹനമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം വേണ്ടി വരുന്ന ഒന്നാണ്. പലരും വഴിയിൽ പെട്ടുപോയിട്ടുണ്ടാകും ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. എവിടെയെങ്കിലും നമുക്ക് പവർ കിട്ടേണ്ടി വരും ഇത് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയ ഈ ഒരു ഐറ്റംസൊക്കെ തന്നെ ഒരു കാർ സ്വന്തമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് കാർസ് 24നെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു തന്നു. അപ്പോൾ അതും നിങ്ങളൊന്ന് മറക്കാതെ ചെക്ക് ചെയ്യാം.